ഈ വീഡിയോയിൽ നമ്മൾ റഷ്യയും ഇന്ത്യയും തമ്മിൽ നടത്തിയ ഒരു കരാർ ഏതാണ്ട് $13 ബില്യൺ ഒരു വർഷത്തേക്ക് ടേൺ ഓവർ വരുന്ന ഒരു കരാറാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ സൈൻ ചെയ്തിരിക്കുന്നത്. ആ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ ട്രേഡിനെ ചൊല്ലിയുള്ള ഒരു കരാറാണ്. ഇത് റഷ്യയുടെ റോസ്നെറ്റും ഇന്ത്യയുടെ റിലയൻസ് കമ്പനിയും തമ്മിലാണ് ഈ ഒരു കരാർ സൈൻ ചെയ്തിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇതിനൊരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ട്രംപ് ജനുവരിയിൽ US അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകാമെന്ന് ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പുള്ളി ഓൾറെഡി തന്നെ ബ്രിക്സ് കൺട്രീസിനൊക്കെ ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ഇതേപോലെ ഫുൾ ടാരിഫ് 100% ടാരിഫ് അഥവാ നിങ്ങൾ ബ്രിക്സ് കറൻസി രൂപീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% ടാക്സ് ഏർപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭീഷണിയാണ്. അപ്പോൾ ഈ ഒരു ഭീഷണിക്കിടയിൽ എങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്യുക? അപ്പോൾ എന്തായാലും റിസർവ് ബാങ്ക് ഓൾറെഡി തന്നെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. എവിടെ? ഇന്ത്യയുടെ RBI ഓൾറെഡി ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, ഒരു ബ്രിക്സ് കറൻസി എന്തായാലും രൂപീകരിക്കാൻ പോകുന്നില്ല. ഇന്ത്യയുടെ സൈഡ് വളരെ ക്ലിയർ ആണ്. ഇത് നമ്മൾ ഓൾറെഡി തന്നെ പഴയ ബ്രിക്സ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഒരിക്കലും ഒരു കറൻസി രൂപീകരിക്കാൻ ഇപ്പൊ തയ്യാറാവില്ല എന്നുള്ളത് പഴയ വീഡിയോസ് കണ്ട ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്ത്യ അതുപോലെ തന്നെയാണ് RBI ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. ട്രംപ് ഇലക്ഷനിൽ ജയിക്കുന്നതിന് മുമ്പ് തന്നെ, ട്രംപ് വിജയിച്ച് വരുന്നതിന് മുമ്പേ ട്രംപ് ഈ ഒരു 100% താരിഫ് അഗെയിൻസ്റ്റ് ബ്രിക്സ് കൺട്രീസ് ഇഫ് ദേ ആർ ഗോയിങ് ഫോർ ബ്രിക്സ് കറൻസി ഡീഡോളറൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ പറഞ്ഞതാണ് ബ്രിക്സ് കറൻസി ഇപ്പൊ തൽക്കാലം നിലവിൽ സാധ്യമല്ല എന്നുള്ളത്. കാരണം അതിന് വേറെ ഒരു കാരണവും നമ്മൾ പറഞ്ഞില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് ചൈനയുടെ ഒരു ഡോമിനൻസ് ആണ്. ബ്രിക്സിൽ കറൻസി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് കറൻസി കുറച്ചുകൂടെ ഡോമിനേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ക്ലാഷ് വരാനുള്ള, ഒരു ഈഗോ ക്ലാഷ് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡിന് വേണ്ടിയിട്ട് ചൈനീസ് കറൻസിയെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അന്നേ നമ്മൾ ഇതിന് എക്സ്പെർട്ട് ഒപ്പീനിയൻ തേടി വിദഗ്ധരുടെ റിപ്പോർട്ടുകളൊക്കെ വായിച്ച് നമ്മുടെ വാർത്തയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ചുള്ള ഐഡിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നാൽ നമ്മളിപ്പോ ഇതിലേക്ക് വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ $13 ബില്യൺ വർത്ത് വരുന്ന ഒരു ട്രേഡ് നടക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ബ്രിക്സ് കൺട്രീസ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ അതർ വേ, അത് മറ്റു മാർഗങ്ങൾ. ഇപ്പൊ ഡോളർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ ഡോളറുമായിട്ട് ഡീഡോളറൈസേഷന് വേണ്ടിയിട്ട് ഒരു കറൻസി രൂപീകരിക്കുന്ന പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ ഈ കഴിഞ്ഞ തവണ ബ്രിക്സിന്റെ മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് വ്ളാഡിമിർ പുടിൻ പുള്ളിയായിരുന്നു ഇതിന്റെ ഒരു ചെയർമാനായിട്ട് ആ ഒരു മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്തിരുന്നത്. ഇത്തവണത്തെ ബ്രിക്സ് പുള്ളി പറഞ്ഞിരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോവാണെന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഏറ്റവും കൂടുതൽ പുള്ളി ഉദ്ദേശിച്ചത് ഫിൻടെക് ആണ്. ഈ ഫിൻടെക് എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലായല്ലോ, അതായത് ക്രിപ്റ്റോ കറൻസി പോലത്തെ ഡിജിറ്റൽ കറൻസികൾ രൂപത്തിൽ ട്രാൻസാക്ഷൻ നടത്താമെന്നുള്ളതാണ്. കാരണം റഷ്യക്ക് ഈ കറൻസി മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളത് വളരെ താല്പര്യമാണ്. കാരണം റഷ്യ സ്വിഫ്റ്റിൽ നിന്നും ഒരു സാങ്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു ഗ്ലോബൽ ട്രേഡ് നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർ ചൈനയെ ഡിപ്പെൻഡ് ചെയ്ത് ഹോങ്കോങ്ങിൽ നിന്നുള്ള ബാങ്കിലാണ് എല്ലാ ട്രാൻസാക്ഷൻ നടത്തുന്നത്. ചൈന റഷ്യയുമായിട്ട് യെന്നിലും റൂബിളിലും ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചൈനയാണ് റഷ്യയുടെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും ഹാൻഡിൽ ചെയ്യുന്നത്. ഹോങ്കോങ് ബാങ്കിലേക്കാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. റഷ്യക്ക് വളരെ അനിവാര്യമായിട്ടുള്ള, പുടിന് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു ഒരു കറൻസി രൂപീകരിക്കുക എന്നുള്ളത്. പക്ഷേ ഈ മാറി വരുന്ന ഈ ഒരു ഗ്ലോബൽ സാഹചര്യം, അതായത് പ്രത്യേകിച്ച് US ഇലക്ഷൻ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, US ഇലക്ഷൻ കഴിഞ്ഞാൽ ട്രംപ് മാത്രമല്ല, ഏത് US പ്രസിഡന്റ്, ഏത് പാർട്ടിയിൽപ്പെട്ട പ്രസിഡന്റ് US വന്നാലും ഡീഡോളറൈസേഷൻ എന്നുള്ള ഒരു പൊസിഷൻ വരുമ്പോഴത്തേക്കും അവരുടെ നിലപാട് വളരെ സെയിം ആയിരിക്കും. അത് യാതൊരു മാറ്റമല്ല എന്നുള്ളതാണ്. കാരണം ഡീഡോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ കറൻസി, ഇപ്പൊ നമ്മൾ റുപ്പിക്കെതിരെ നമ്മൾ ആരെങ്കിലും നിലപാടെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുക? ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി, അല്ലെ? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അതിനകത്ത് യാതൊരുവിധ കോംപ്രമൈസിനും തയ്യാറാവത്തില്ല എന്നതാണ്. കാരണം എക്കണോമിയാണ്, നമ്മുടെ കഞ്ഞിയിൽ പാറ്റയിടുന്ന ഏർപ്പാടാണ്. അപ്പൊ അങ്ങനെ US കഞ്ഞിയിൽ പാറ്റയിടാനുള്ള ഏർപ്പാടാണ് ഈ ഒരു ഡീഡോളറൈസേഷൻ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഏത് ഗവൺമെന്റ്, ഇപ്പൊ ഇന്ന് ട്രംപ് ഉണ്ടെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ വേറൊരു ഭരണാധികാരി വരുമ്പോഴത്തേക്കും ഇതേ അവസ്ഥ തന്നെയാണ് തുടരും. അപ്പൊ അതുകൊണ്ട് കറൻസി രൂപീകരിച്ചുകൊണ്ട് ഓപ്പൺ ആയിട്ട് ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ടല്ല ഇതിനെ നേരിടേണ്ടത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർക്ക് ഇപ്പം റഷ്യയുമായിട്ട് റൂബിളിൽ ട്രേഡ് ഇന്ത്യക്ക് ചെയ്യാം, UAEയുമായിട്ട് UAEയുടെ കറൻസിയിൽ ചെയ്യാം, ഇന്ത്യൻ കറൻസിയിൽ ചെയ്യാം. അതുപോലെ അതാത് ഓൺ കറൻസികളിൽ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ തന്നെ പകുതി മുക്കാലും ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. അപ്പൊ ആ രീതിയിലാണ് ഇപ്പം രാജ്യങ്ങൾ മാറ്റി ചിന്തിച്ചിരിക്കുന്നത്. ബ്രിക്സിന്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു ട്രേഡിനെ നമ്മൾ അതാത് രാജ്യങ്ങളുടെ കറൻസി മൂലം നടത്തി കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവും. അപ്പൊ അതുകൊണ്ട് എന്തിനാണ് ഇപ്പം ഈ ഒരു ഡോളറുമായിട്ട് ഒരു വെല്ലുവിളി അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തി നിങ്ങൾ കണ്ടോ, ജിം ഓ'നെയിൽ. ഈ ജിം ഓ'നെയിൽ ആണ് ഈ ഒരു ബ്രിക്സ് കൂട്ടായ്മ ഉണ്ടാവാൻ തന്നെ കാരണമെന്ന് പറയാം. ഈ ജിം ഓ'നെയിൽ ഇയാളൊരു എക്കണോമിസ്റ്റ് ആണ്, ഒരു ബ്രിട്ടീഷ് പൗരനാണ്. അപ്പൊ ഇയാളാണ് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ഈ ബ്രിക്സുമായിട്ടുള്ള പ്രവചനങ്ങൾ കൂടുതൽ നടത്തിയത്. അപ്പൊ ആ പ്രവചനത്തിൽ പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് കൊടുത്തിരിക്കുന്നത് ഇന്ത്യക്കാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ യങ് ആൻഡ് ഡൈനാമിക് വൈബ്രന്റ് പോപ്പുലേഷൻ, അതാണ് പുള്ളി മെയിൻ ആയിട്ട് അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്.
ഇതുപോലെ പലരും ചൈനയുടെ ഒരു വളർച്ചയെ നല്ല രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ് ഇതേപോലെ ചൈനയെ നല്ല രീതിയിൽ ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ജിം ഒ നെയിൽ പറയുന്നത് ഇത് ഇന്ത്യയുടെ പ്രഡിക്ഷൻ ചൈനയെ പോലെ അല്ല. ചൈനയുടെ തകർച്ച, അതായത് 2017 മുതൽ 2024 വരെ ചൈനയുടെ ഗ്രോത്ത് അമ്മാതിരി താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതായത് ഈ ഒരു കോവിഡ് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെയും ചൈനയുടെ എക്കണോമി ഡൗൺഫാൾ ആണെന്നാണ് പുള്ളി സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം അയാൾ ചൂണ്ടിക്കാണിക്കുന്നത് പല ആസ്പെക്ട്സ് ആയിട്ടാണ് അയാൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും ഇന്ത്യ വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യ വ്യത്യസ്തം? ഈ ബ്രിക്സിലുള്ള കൺട്രികളെ തന്നെ നമ്മൾ നോക്കൂ. ബ്രിക്സിൽ ഏതൊക്കെയാണ് കൺട്രികളുള്ളത്? ഇന്ത്യ ഉണ്ട്, ബ്രസീൽ ഉണ്ട്, റഷ്യ ഉണ്ട്, ചൈനയുണ്ട്. ഈ 4 രാജ്യങ്ങളാണ് ബ്രിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതപ്പെടുന്ന ബേസിക് ആയിട്ടുള്ള രാജ്യങ്ങൾ. പിന്നെ സൗത്ത് ആഫ്രിക്ക, പിന്നെ പ്ലസ് അങ്ങനെ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഏതാണ്ട് 9 രാജ്യങ്ങൾ സോഫാർ ഉണ്ട് എന്നുള്ളതാണ്, UAE ഉൾപ്പെടെ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഈ ഒരു 4 ബേസിക് രാജ്യങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ഇതിന്റെ ഈ ബ്രിക്സ് ഫോം ചെയ്തതിന്റെ പ്രധാനമായിട്ടുള്ള 4 രാജ്യങ്ങൾ. ഇതിന്റെ ഏറ്റവും കൂടുതൽ ഡെമോഗ്രഫി വൈസ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഷെയർ ചെയ്യുന്ന കൺട്രീസും ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രധാനമായിട്ട് ചൈന, ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ്, ഈ ഒരു ഏഷ്യൻ സൈഡാണ് പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഉണ്ടാകുന്നത്. ചൈനയിലെ കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയും റഷ്യയും ഒരു ബാസ്ക്കറ്റിൽ ഇടുന്നുണ്ട്. കാരണം അവർക്ക് ട്രാൻസ്പെറൻസി ഇല്ല. ഒന്നാമത് ഈ ട്രാൻസ്പെറൻസി ഇല്ലായ്മ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ ഇന്ത്യയുടെ ശത്രുക്കൾ ഇന്ത്യക്ക് ഉള്ളിൽ തന്നെ ഉണ്ട്. അത് പുള്ളി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അതായത് ഇന്ത്യയെ എതിർക്കാനും ഇന്ത്യയെ വിമർശിക്കാനും ഇന്ത്യയെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഫ്രീഡം ഇന്ത്യക്കകത്തുണ്ട്. അപ്പൊ ഏത് പൊളിറ്റിക്കൽ പാർട്ടി, ഒരു ചെറിയ 4, 3, 7 പേരുള്ള ഒരാൾക്ക് പോലും ഒരു പ്രധാനമന്ത്രി ഇവരെ ക്രിട്ടിസൈസ് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. ഈ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറുതല്ല. ഇത് ഗവൺമെന്റിനെ ഷേപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് വിദഗ്ധർ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ് അവർ നേർവഴിയിൽ പോകണം എന്നുള്ളതും, വിമർശനങ്ങളിൽ നിന്നും അവർ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും പിന്നീട് അവർ തിരുത്തൽ വരുത്തിക്കൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോയി ഷേപ്പ് ചെയ്യാൻ പറ്റും. ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇന്ത്യയിലുള്ള ഒരു ഡെമോക്രസി എന്നാണ് ഈ ജിം ഒ നെയിൽ വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യയുടെ ഗ്രോത്ത് തടയാൻ പറ്റത്തില്ല എന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഇത് ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇന്ത്യയിലെ ട്രാൻസ്പെറൻസി, ഇന്ത്യയിൽ അങ്ങനെ ഒളിച്ചു മറച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. അവിടെ എന്ത് നടക്കുന്നോ അത് പുറത്തറിയും. അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് ചൈനയ്ക്കും റഷ്യയ്ക്കും ഈ ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നില്ല. ഇത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇന്ത്യ ഈ ഫോറിൻ പോളിസിയിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ടത് പണ്ടേ വരുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചൈനയുടെ അത്രയും തന്നെ ഈക്വൽ ആയിട്ട് ഇത് സഞ്ചരിക്കുമായിരുന്നു. ഫോറിൻ പോളിസികളിൽ മാറ്റങ്ങൾ വരുത്താൻ അതാത് കാലഘട്ടങ്ങളിൽ ഇന്ത്യ മിസ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു ലാഗ്, ഇന്ത്യയുടെ ഗ്രോത്തിൽ ഈ ഒരു ലാഗ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ചൈന കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് പോയതും ഇന്ത്യ കുറച്ച് ലാഗ് ചെയ്ത് നിന്നതും. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പോളിസികൾ, ഇപ്പൊ ഇന്ത്യയിലുള്ള പോളിസികളൊക്കെ അത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി അല്ലായിരുന്നു. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയപ്പെടുന്ന കാര്യം. പക്ഷെ ഇപ്പം വളരെ നല്ല രീതിയിലുള്ള പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഫോറിൻ പോളിസികൾക്ക് നല്ല രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുതൽ ഇന്ത്യയിലേക്ക് ഈ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ വരാനുള്ള സാഹചര്യം ഒരുങ്ങിയതും അങ്ങനെയാണ്. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ഗ്രോത്ത് രേഖപ്പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ വെസ്റ്റേൺ കൺട്രീസിന്റെ ഒരു വ്യൂ പോയിന്റ് പുള്ളി പറയുന്നുണ്ട്. വെസ്റ്റേൺ കൺട്രീസിന്റെ വ്യൂ പോയിന്റ് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് ആരും ആശങ്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ വളർച്ചയിൽ ആരും അത്രയും ബോധഡാവുന്നില്ല. ഇന്ത്യയെക്കുറിച്ച് ആരും കൂടുതലായിട്ട് എതിർത്ത് സംസാരിക്കുന്നില്ല. അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ ഇന്ത്യയുടെ സൈഡിൽ തന്നെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഓയിൽ ട്രേഡിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം വന്നതിന് ശേഷം, റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നതിന് ശേഷമാണ് നമ്മൾ ഓയിൽ പർച്ചേസ് പിന്നെ റഷ്യയുമായിട്ട് ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ ചില വെസ്റ്റേൺ കൺട്രീസ് ഇതിനെ ആക്കി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് കൃത്യമായ മറുപടി നമ്മളുടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഭാഗത്തു നിന്നും പ്രൈം മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ കൃത്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴാണ് നിങ്ങൾ ഇത് കാണുന്നത്, പക്ഷേ ഞങ്ങൾ പണ്ട് തൊട്ടേ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ധരിപ്പിക്കുകയും, അതുപോലെ തന്നെ ഞങ്ങൾ മേടിക്കുന്ന പോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസും ഗ്യാസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ റഷ്യ എടുത്ത് ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്തിന് ഈ ഒരു ഓയിൽ കൺസ്യൂം ചെയ്തതിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ക്ഷീണം ചെയ്യും. കാരണം നമ്മുടെ നാടിന് ആവശ്യമാണ് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ അത് ഏറ്റവും ചീപ്പായിട്ട് എവിടെ കിട്ടുന്നു ആ രീതിയിൽ നമ്മൾ മേടിക്കും. പക്ഷെ അതേപോലെ നിങ്ങളിപ്പോ നിർത്തണം എന്ന് പറയുന്നെങ്കിൽ പിന്നെ എല്ലാവരും നിർത്തണം. യൂറോപ്പ് ഉൾപ്പെടെ എല്ലാവരും ഈ ഗ്യാസ് മേടിക്കുന്ന എല്ലാം നിർത്തണം. നിർത്തിയിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഇന്ത്യ നിലപാടെടുത്തത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ട്രാൻസ്പെറൻസിയും ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റ്സുകളും വളരെ ക്ലിയർ ആണ്. അല്ലാതെ നമ്മൾ ഒളിച്ചു വെച്ചോ മറച്ചു വെച്ചോ നമ്മൾ റഷ്യ എടുത്ത് എണ്ണ മേടിക്കുന്നത് പുറം രാജ്യത്ത് അറിയാത്ത രീതിയിലോ സ്മഗ്ലിങ്ങിലോ അങ്ങനെയല്ല മേടിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വെസ്റ്റേൺ കൺട്രീസിന് ഇന്ത്യയുടെ വളർച്ചയിൽ ആശങ്കയില്ല. പക്ഷെ നേരെ മറിച്ച് ചൈനയോ റഷ്യയോ വളരുന്നതിൽ ആശങ്കയുണ്ട്. റഷ്യ ആണെങ്കിൽ അവരുടെ എക്കണോമി ഇങ്ങനെ യുദ്ധം ചെയ്ത് കളയുന്നു. ബ്രസീൽ ആണെങ്കിൽ അവരുടെ എക്കണോമി ആമസോൺ കാടുകളിൽ അത് നശിപ്പിക്കുന്നതിലൂടെ, പിന്നെ അവിടെ ഡീഫോറസ്റ്റേഷൻ നടത്തുന്നതിലൂടെ, അതിലുള്ള കാര്യങ്ങളായിട്ട് കുറെ നാച്ചർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എക്കണോമി വെറുതെ കളയുന്നുണ്ട്. ആ രീതിയിൽ കുറച്ച് മണി സ്പെൻഡ് ചെയ്യുന്നതിൽ ഇന്ത്യ വളരെ കൃത്യതയോടുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നല്ല രീതിയിലാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഓരോ പ്രോജക്റ്റുകൾ എടുത്ത് നോക്കൂ, എല്ലാം കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ISRO ഒക്കെ നമുക്ക് തന്നെ പലപ്പോഴും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഒരു ഹോളിവുഡ് സിനിമ ചെയ്യുന്ന പൈസക്കാണ് നമ്മൾ ചൊവ്വയിലേക്ക് മംഗല്യാൻ വിട്ടത്.
അപ്പൊ ഇതുപോലുള്ള ചരിത്രങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ പലരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഇന്ത്യയുടെ ഗ്രോത്ത് തടയാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ജിം ഓനെയിൽ പല കാര്യങ്ങളിൽ സൂചിപ്പിക്കുന്നത്. റഷ്യ ഇന്ത്യയും തമ്മിൽ പല പ്രോജക്റ്റുകൾ സൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ലാസ്റ്റ് വീക്കിൽ സൈൻ ആയ ഒരു പ്രോജക്റ്റാണ് ഈ ഒരു റോസ്നെറ്റും റിലയൻസും തമ്മിലുള്ള ഈ ഒരു ഓയിൽ ട്രേഡിന്റെ എഗ്രിമെന്റ്. ഇത് 10 വർഷത്തേക്കാണ് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും ഈ രണ്ട് കമ്പനികളും തമ്മിൽ മീറ്റിംഗ് നടത്തുകയും ഒരു വർഷത്തേക്ക് എത്ര ഓയിൽ വേണം എന്നുള്ളത് മുൻകൂട്ടി തന്നെ തീരുമാനിച്ച് അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലേക്ക് സപ്ലൈ ചെയ്യുമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു കരാർ വന്നിരിക്കുന്നത്. ഈ ഒരു 10 വർഷത്തെ എഗ്രിമെന്റ് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഏതാണ്ട് പെർ ഡേ 5 ലക്ഷം ബാരൽ സപ്ലൈ ആണ് വരുന്നത്. പെർ ഡേ 5 ലക്ഷം ബാരൽ സപ്ലൈ. ഇത് കൂടാം, പക്ഷെ കുറയത്തില്ല. 5 ലക്ഷം ബാരൽ ഇന്ത്യ എന്തായാലും മേടിക്കും. കാരണം ഇത് റിലയൻസ് ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കാര്യമുണ്ട്. ഇന്ത്യ ഇതിനു മുമ്പ് റഷ്യയുടെ ഓയിൽ മേടിച്ചുകൊണ്ടിരുന്നത് കുറഞ്ഞ തോതിലാണ്. യുദ്ധം ഉണ്ടായതിനു ശേഷം ഇന്ത്യ റഷ്യയുടെ നിന്ന് കുറച്ച് കൂടുതൽ ഓയിൽ മേടിക്കുന്നുണ്ട്. കുറച്ച് കൂടുതലല്ല, നല്ല രീതിയിൽ തന്നെ കൂടുതൽ മേടിക്കുന്നുണ്ട്. അത് ഒരു വസ്തുതയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ റിഫൈൻഡ് ഓയിൽ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങൾക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. US ഉൾപ്പെടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഇതേ റഷ്യൻ ഓയിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. റഷ്യ അത് ഏത് രീതിയിൽ സംഘടിപ്പിച്ച് തരുന്നുള്ളത് നമുക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അതിനകത്ത് ഇറാൻ ഓയിലൊക്കെ മിക്സ്ഡ് ആയിരിക്കും. ഇറാന്റെ ഓയിലിനെ കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇറാൻ 02 എന്ന് പറഞ്ഞൊരു വീഡിയോ കിടപ്പുണ്ട് നിങ്ങൾ ചാനലിൽ, അത് പോയി കാണുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചേക്കാം. അപ്പൊ അതിനകത്ത് ഇറാന്റെ ഈ ഓയിൽ കളികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇറാനുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്നില്ല, നമ്മൾ റഷ്യയുടെ നിന്നാണ് മേടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് ഈ ജിം ഓനെയിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, സാങ്ഷൻസ് ഇന്ത്യക്ക് വരില്ല എന്നാണ് പറയുന്നത്. കാരണം എത്ര സാഹചര്യം ഉണ്ടായാലും ഇന്ത്യക്ക് ഒരു സാങ്ഷൻ വരില്ല. കാരണം ഇന്ത്യക്ക് ഒരു സാങ്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഗ്ലോബൽ എക്കണോമിയെ വല്ലാത്ത രീതിയിൽ അഫക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അത് ഇന്ത്യയിൽ വരുന്ന ഒരു എക്കണോമിക് സാങ്ഷൻ ഗ്ലോബൽ എക്കണോമിയെ ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് ഇനി വരും കാലങ്ങളിൽ ഒരു സാങ്ഷൻ കൊടുക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. അത് US അല്ല, ഒരു രാജ്യത്തിനും സാധിക്കുന്ന കാര്യമല്ല എന്നാണ് പുള്ളി പറയുന്നത്. അത് തന്നെയാണ് ഇന്ത്യയുടെ ഒരു ഗ്രോത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് യാതൊരുവിധ ആശങ്കയ്ക്കും കാര്യമില്ല. ഈ ബ്രിക്സിലെ കറൻസി വന്നാലും വന്നില്ലെങ്കിലും ഇന്ത്യക്ക് അതൊരു മാറ്ററേ അല്ല എന്നുള്ളതാണ്. പിന്നെ ഈ 10 വർഷത്തെ എഗ്രിമെന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ആകെയുള്ള ഗ്ലോബൽ ഓയിൽ ട്രേഡിംഗിൽ, അതായത് ഗ്ലോബൽ ഓയിൽ ട്രേഡിംഗിൽ ഈ 10 വർഷത്തെ ഈ റിലയൻസ് ആൻഡ് റോസ്നെറ്റ് കരാർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 0.5% ആണ് ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓയിൽ ട്രേഡ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്, അതായത് 0.5%. ഇത് നല്ലൊരു എമൗണ്ട് ആണ്. ഇത് പെർ ഡേ 5 ലക്ഷം ബാരൽ എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല. ഇന്ത്യ കൃത്യമായിട്ട് ഈ ഓയിൽ മേടിച്ച് റിഫൈൻ ചെയ്ത് റിഫൈൻഡ് ഓയിൽ എക്സ്പോർട്ട് മേഖലയിൽ നല്ല രീതിയിലുള്ള വളർച്ച കൈവരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള റവന്യൂ ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് കൂടുതൽ വിപുലമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ, അതായത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് കൂടാതെ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യക്ക് എല്ലാ ഭാഗത്തും ഒരു വെൽക്കമിംഗ് ഉണ്ട്. അതായത് G7 ആയിക്കോട്ടെ, G20 ആയിക്കോട്ടെ, ബ്രിക്സ് ആയിക്കോട്ടെ, അതുപോലെ UN ആയിക്കോട്ടെ, എല്ലാ ഭാഗത്തും ഇന്ത്യ വെൽക്കമബിൾ ആണ്. ആഫ്രിക്കൻ യൂണിയൻ ആയിക്കോട്ടെ, ഗ്ലോബൽ സൗത്ത് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള വെൽക്കമബിൾ ആയിട്ടുള്ള ഒരു നോട്ടാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ ആരും തന്നെ അവിടെ തടയുന്നില്ല എന്നുള്ളതാണ് അവിടെ ഒരു വലിയൊരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് ഇന്ത്യക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ വരുന്ന ഒരു 10 വർഷം 2030 തന്നെ ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർന്നിരിക്കും എന്നാണ് ഈ ഒരു ജിം ഓനെയിൽ പറയുന്നത്. ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആവും എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അത്ര ഉറപ്പാണ് പുള്ളി ഇന്ത്യയുടെ ഒരു ഗ്രോത്തിന്റെ മേളിൽ, ഇന്ത്യയുടെ ഒരു ഉയർച്ചയുടെ, ഇന്ത്യയുടെ ഒരു എക്കണോമിക് ഗ്രോത്തിൽ അത്രയും കോൺഫിഡന്റ് ആണ് ജിം ഓനെയിൽ എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ്. ഞാൻ അയാളുടെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴത്തേക്ക് എനിക്കിത് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഈ ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ രസകരമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഇതിൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വൈബ്രന്റ് ആയിട്ടുള്ള പല അഭിപ്രായങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അതിനകത്ത് അറിവുകൾ നേടാൻ സഹായിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.